ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളുടെ തുറക്കലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 മുടി ഈസ്റ്റ്, കോഴിമുട്ട, ചൂടാക്കിയ പാൽ, എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് ഇതിൻ്റെ മാവ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ചമ്മന്തിക്ക് തേങ്ങ, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, സുർക്ക, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ മാവ് ഒരു 3 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുബൂസിൻ്റെ കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെ കേട്ടോ ഈ മാവ്. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴിമുട്ട, ചമ്മന്തി, ചിക്കന്, മയോണൈസ് പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ചെയ്യാൻ പറ്റിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ വക്കുള്ള അത് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് മയോണൈസ്, മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും മേലെ ഓരോ കോഴിമുട്ട പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു മാവും കൂടെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മേലിട്ടിട്ട് ഈ വട്ടം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ തുറക്കലപ്പത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കി വയ്ക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.